എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിലെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. ഭയങ്കരം തന്നെ. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഞാന് നമ്മുടെ ഭഗത്തിനെ അല്ല ഇവിടെ താമസിച്ചോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയതിന് 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. അതിനുശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കാൻ. എന്നിട്ട് നീ നന്ദി വേണോടാ നന്ദി. ജോലിക്ക് കൂലി ചോദിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും സാധാരണ കലാകാരന്മാരുള്ളപ്പോൾ സിനിമാ നടിയുടെ പിറകെ പോയത് എന്തിനാണ് ഒരു കയ്യബദ്ധം ണെന്ന് ചോദിച്ച് സമൂഹ മാധ്യമങ്ങളിലും ചർച്ച കൊഴുത്തു. ഒടുവിൽ 24 മണിക്കൂർ തികയും മുമ്പ് അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. മന്ത്രിയുടെ യു ടേൺ. ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങൾ ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട. അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാൻ അങ്ങ് പിൻവലിക്കുകയാണ്. അതോടുകൂടി എല്ലാ ചർച്ചയും അങ്ങ് അവസാനിച്ചു. ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. Yeah, I'm here to make you hurt. That's the only way I work.